ഹലോ ഗൈസ്, വെൽക്കം ടു ഗാസ്ട്രോളർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് ദുരന്തർ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് രൺവീർ സിംഗ്, സാറ അലി ഖാൻ, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അക്ഷയ് ഖന്ന, അർജുൻ റംപലി എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആദിത്യർ എന്ന് പറഞ്ഞ ഒരാളാണ്. മീൻസ് യൂറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമയുടെ ഡയറക്ടറാണ്. അദ്ദേഹം തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും ജ്യോതി ദേശ്പാണ്ഡെയും കൂടി ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് റൈറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ മുകേഷ് ചബ്ര, മ്യൂസിക് ആൻഡ് BGM ബൈ സശ്വത് സച്ദേവ്. പിന്നെ സിനിമാറ്റോഗ്രഫി എന്താ നൗലാക്കെ എന്തോ എനിക്ക് വായന്ന് കിട്ടണില്ല, അതിൻ്റെ പേര് സോറി. പിന്നെ എഡിറ്റഡ് ബൈ ശിവകുമാർ വി പണിക്കർ. കോസ്റ്റ്യൂം ഡിസൈനിങ് സ്മൃതി ചൗഹാൻ. ആർട്ട് ഡയറക്ടർ നീരജ് കുമാർ സിംഗ്. ആക്ഷൻ ഡയറക്ടർ യാനിക് ബെൻവിൻസ്. നമുക്കറിയാമില്ല ഐഡൻറ്റിറ്റി, പിന്നെ മറ്റേ ലോക, ഇനി വരാൻ പോണ ഖലീഫ, ഇതിലൊക്കെ എങ്ങനെ തന്നെയാണ് ആക്ഷൻ ഡയറക്ടറിങ്. ജവാനിൽ നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുള്ളൂ. ജവാനിൽ നിന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കേട്ടിരിക്കണം, അതുകൊണ്ട് അങ്ങനെ പേര് തലകാലത്തേക്ക് അങ്ങനത്തെ കാര്യം പറഞ്ഞത്. ഇത്രയാണ് എനിക്ക് സിനിമയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പാട്ട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഫയറിങ് മോനെ. ഞാൻ ഈ വർഷം കണ്ട പടങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓജിയും കാന്താരയാണ്. ഞാൻ ഫസ്റ്റ് സെക്കൻഡ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇങ്ങോട്ട്. ആൻഡ് ഇറ്റ്സ് കം ബാക്ക്. മീൻസ് ഏജൻസി ചാറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നിടയ്ക്ക് രൺവീർ സിംഗ്. അത് ചെറിയൊരു കം ബാക്ക് എനിക്ക് ഫീൽ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ. അതിനുശേഷം ഇപ്പോൾ പക്ഷേ ഇതാണ് വലിയൊരു കം ബാക്ക്. സൂപ്പർ പടം, അങ്ങനെ പൊളിച്ചടിക്കുകയും. ഇനി ഹൈലി പോസിറ്റീവ്സ് പറയാം. ഈ ഹൈലി പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ സിനിമയിൽ മ്യൂസിക് ആൻഡ് സശ്വത് സച്ദേവ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, ഇവർ 3 പേരും അവരുടെ ഒരു എന്താണെന്ന് പറയാം കാരിയർ ബെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രൺവീർ സിംഗിൻ്റെ കോട്ടായത്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അമ്മേ തീ എന്നൊക്കെ പറഞ്ഞ തീയാണ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. ഞാനിത് വിചാരിച്ചില്ല ഇങ്ങനെ ഒരു മീൻസ് ഞാനിത് 3.5 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് അത് അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. പൊളി സാധനം. ഐ ലവ് ദാറ്റ്. അതെന്തായാലും 26 ഇറങ്ങുന്നതാണ് ഇവർ അതിൻ്റെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ പറയണത്. ഇത് സെക്കൻഡ് പാർട്ട് ഇറങ്ങുമെന്ന് പറയണത്. എന്തായാലും ഇറങ്ങട്ടെ, പൊളിക്കും. തിയേറ്റർ കത്തിക്കാൻ പറ്റിയ മതിയായിരുന്നു. അല്ല, ഐ മീൻ ഞാൻ വിചാരിച്ചത്, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഓഡിയൻസ് കയറി മീൻസ് ഐ മീൻ വിസിലടി അങ്ങനത്തെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ തിയേറ്റർ കത്തിച്ചിട്ട് എനിക്ക് ഓഡിയൻസിനെ ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ ഞാൻ ഇത് ഇന്നലെ 10:30 കാണാൻ പോയത്. പക്ഷേ ഇന്നലെ മീൻസ് PVR. പക്ഷേ എന്നിട്ട് എനിക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വേണം ഇപ്പോൾ ഇടണം, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ സിനിമാറ്റോഗ്രഫി ആ പേരെനിക്ക് വായന്ന് കിട്ടുന്നില്ല. നൗലാക്കാന്നെന്തോ ആണ് ഞാൻ കണ്ടത്. നൗലാക്ക എന്നുള്ള സെക്കൻഡ് നെയിമാണ്. ഫസ്റ്റ് നെയിം ഞാൻ കറക്റ്റായിട്ട് വായിക്കാൻ കിട്ടിയില്ല, സോറി. സിനിമാറ്റോഗ്രഫി സൂപ്പർബ്, അതൊരു ഹൈലി പോസിറ്റീവാണ്. പിന്നെ ഇതിലെനിക്ക് വേറെ ഹൈലി പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ സീക്വൻസ് സൂപ്പർബ്. പ്രത്യേകിച്ച് അർജുൻ റംപലിൻ്റെ ഒരു സീനുണ്ട്. മറ്റേ അർജുൻ റംപൽ, നിങ്ങൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും. ഒരു അർജുൻ റംപൽ ആരെയോ കൊല്ലുന്നതായിട്ട്, ഒരു വള്ളി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കൊല്ലണ ഒരു സീൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സീൻ അത്യാവശ്യം എനിക്ക് ഐഡി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത്. അത് പ്രത്യേകിച്ച് അത് ആക്ഷൻ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് തന്നെയാണ് സിനിമയിൽ. പിന്നെ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് മീൻസ് ഇങ്ങനെ ചെറിയൊരു യങ് ലുക്ക് കാണിക്കുന്നുണ്ട് രൺവീർ സിംഗിൻ്റെ. അതൊരു ഹൈലി പോസിറ്റീവായിരുന്നു. അതിന് വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്. പിന്നെ സാറ അലി ഖാൻ, സാറ അർജുൻ പറഞ്ഞ വായെന്ന് മാറിപ്പോയതാണ്, സോറി. സാറ അർജുനും എനിക്ക് ഈ സിനിമയുടെ നെഗറ്റീവ്സ് ആയിട്ട് ഇപ്പോൾ പറയണേ. നെഗറ്റീവ്സ് എനിക്ക് തോന്നിയത് സാറ അർജുനെ എടുത്ത് നായികയായിട്ട് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ സാറ അർജുൻ എന്നൊക്കെ
എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയുകയാണെങ്കിൽ ദൈവത്തിരുമകളുള്ള ആ ഒരു കൊച്ചായിട്ട് ഈ കൊച്ചൊന്ന് അഭിനയിച്ചത്. മറ്റേ പിന്നെ പൊണിയൻ സെൽവനിൽ നമ്മുടെ റിച്ചിട്ടറായിൻ്റെ ചെറുപ്പമായിട്ട് ഈ കൊച്ചു അഭിനയിച്ചത്. പിന്നെ മികായൽ മീൻസ് ഐ മീൻ നിവിൻ പോളിയുടെ മികായൽ, മറ്റേ മൈക്കിളല്ല കേട്ടോ, മറ്റേ സന്ദീപ് കിഷൻ്റെ. അപ്പോൾ നിവിൻ പോളിയുടെ മികായൽ സിനിമയിൽ ഒരു അനിയത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നിവിൻ പോളിയുടെ. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരാറ്. പക്ഷെ ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏജ് ഡിഫറൻസ് ഒന്നും ഞാൻ നോക്കാറ് പോലും ഇല്ലാത്ത ആളാണ്. ബട്ട് നോക്കിപ്പോയടേ ഈ സിനിമ ഉണ്ടപ്പോൾ. സാറാ അർജുന് പകരം വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് പോയി. അല്ല വേറെ പ്രശ്നം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരുപാട് തിയേറ്റർ എക്സ്പ്ലോറിങ് സീൻസ് ഉണ്ട്. മീൻസ് ഐ മീൻ തിയേറ്ററിൽ നിന്ന് വിസിലടിച്ച് തിരിച്ച് വരാൻ പറ്റിയ സീൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കാണാൻ. ഇല്ലെങ്കിൽ ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. ടൈമായി പോകും നിങ്ങളുടെ. എന്താ പിന്നെ ഇറ്റ്സ് മസ്റ്റ് വാച്ച് മൂവി. നിങ്ങൾക്ക് ഇത് തിയേറ്റർ മീൻസ് ഐ മീൻ തിയേറ്റർ മെറ്റീരിയലാണ്. ഇത് OTT വരുമ്പോൾ കാണണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളത് മനസ്സിൽ വെച്ചാൽ മതി. കാരണം OTT വന്നിട്ട് ചിലന്മാർ ഇത് കയറി ട്രോൾ ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം രൺവീർ സിംഗാണ് നായകൻ. രൺവീർ സിംഗിനെ ട്രോളാകാൻ വേണ്ടിയിട്ട് OTT ഓൾറെഡി വെയിറ്റിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊരു മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരാൾ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പിന്നെ ഇതിൽ 3.5 മണിക്കൂർ ചിലവരെൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. അത് 3.5 മണിക്കൂർ ഒരു ഡ്യൂറേഷൻ എന്ന് ഞാൻ കേട്ടിരുന്നു സാർ. ശരിക്കും 3.5 മണിക്കൂറുണ്ട് സിനിമ. പോസ്റ്റ് ക്രെഡിറ്റ്സ് എന്തോ 1.5 മിനിറ്റ് എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റ് എനിക്ക് തിയേറ്ററിലുള്ള നമുക്കറിയില്ലല്ലോ എത്ര മിനിറ്റാണെന്നുള്ളതൊന്നും മനസ്സിലാവില്ലല്ലോ. ഞാൻ ടൈമർ ഇട്ടിട്ടുണ്ടോ എന്ന് ആ പോസ്റ്റ് ക്രെഡിറ്റ്സ് കണ്ടിരുന്നു. അപ്പോൾ 1.5 മിനിറ്റ് എന്നെന്തോ കാണിച്ചത്, എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റ്. അതും കൂടി ചേർത്താണ് 3.5 മണിക്കൂർ സിനിമ. ബട്ട് അത്രയും പറഞ്ഞില്ല സാറാ അർജുൻ്റെ നമ്മൾ വിചാരിക്കണല്ലേ നായിക മീൻസ് സിംഗാരുടെ നായികയായിട്ടൊന്നും അഭിനയിക്കാൻ അത് വർക്കായില്ല അവരുടെ ക്യാരക്ടർ. വേറെ ആർക്കെങ്കിലും വെച്ച് ചെയ്യിപ്പിക്കാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. പരിണീതി ചോപ്രയോ അല്ലെങ്കിൽ പ്രിയങ്ക ചോപ്രയോ ഇവരാരെങ്കിലും വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിക്കാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് പോയി. അല്ലാതെ വേറെ പ്രശ്നമൊന്നും എനിക്ക് സിനിമയിൽ തോന്നിയിട്ടില്ല. കാസ്റ്റിംഗ് ഡയറക്ടർ എൻ്റെ അടുത്ത് ഇതന്നെയാണ്, മുകേഷ് ചപ്ര, അങ്ങേരുടെ അടുത്ത് ഇതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ എന്ത് തേങ്ങയൊക്കെയാണ് സാറാ അർജുനായിട്ട് കാസ്റ്റ് ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്ത് അവിടെ കാണുക എന്നാണ് എനിക്ക് അവരോട് സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ അർമാദാനൊക്കെ പൊളിച്ച്. പിന്നെ ഒരു സ്റ്റാർട്ടിങ്ങിൽ അതൊരു ഹോസ്റ്റേജ് സീൻ കാണിക്കാനുണ്ട്, അത് അത്യാവശ്യം പൊളിയായിരുന്നു. എന്തായാലും ഐ ലവ് ദിസ് മൂവി എ ലോട്ട്. എന്തായാലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അതൊന്നാമത്തെ സഹായിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.